2025 ഡിസംബർ 18 രാത്രിയാണ് പാലക്കാട് വാളയാറിനടുത്ത അട്ടപ്പള്ളത്ത് വെച്ച് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ സ്വദേശിയായ രാമനാരായൺ ഭയ്യാർ എന്ന 31 വയസ്സുള്ള തൊഴിലാളി ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ തല മുതൽ കാൽ വരെ ശരീരത്തിലൊട്ടാകെ 40ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. മുറിവേൽക്കാത്ത ഒരു ഭാഗം പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത്. വടികൊണ്ട് അടിച്ചതിന്റെയും ചവിട്ടിയതിന്റെയും നിലത്തിട്ട് വലിച്ചതിന്റെയും എല്ലാം പാടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. വാരിയലുകളെല്ലാം തകർന്നിട്ടുണ്ടായിരുന്നു. നട്ടെല്ലും മുടിഞ്ഞിരുന്നു. തലച്ചോറിനേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. കൊലപ്പെടുത്തുന്നതിന് മുൻപ് മണിക്കൂറുകളോളം രാമനാരായൺ ഭയ്യാറിനെ ആൾക്കൂട്ടം തടഞ്ഞു വെക്കുകയും മർദ്ദിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാമനാരായൺ ഭയ്യാറിനെ മർദ്ദനമേറ്റ പ്രദേശത്ത് ആദ്യം കാണുന്നത്. അവർ പിന്നീട് ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു. മോഷണക്കുറ്റം ആരോപിച്ചാണ് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഏതെങ്കിലും മോഷണ വസ്തുക്കൾ കണ്ടെത്താൻ സംഘത്തിന് സാധിച്ചതുമില്ല. പിന്നാലെയാണ് നീ ബംഗ്ലാദേശി അല്ലേടാ എന്ന തരത്തിലുള്ള വംശീയ ചോദ്യങ്ങൾ വാളയാറിലെ കൊലയാളി ആൾക്കൂട്ടം അദ്ദേഹത്തോട് ചോദിച്ചത്. താൻ മോഷ്ടിച്ചിട്ടില്ല എന്നും ജീവിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ വന്നതെന്നും താൻ ബംഗ്ലാദേശിയല്ല ബിലാസ്പൂർ സ്വദേശിയാണെന്നും കയ്യിൽ ചരട് കെട്ടിയ കാവിത്തുണി ഉടുത്ത അക്രമികളോട് നാരായൺ ഭയ്യാർ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും അവരത് ചെവികൊണ്ടില്ല. വീണ്ടും താൻ ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ച് അടിക്കുകയാണ് ഉണ്ടായത്. ക്രൂരമായ മർദ്ദനത്തിനിരയായതിനെ തുടർന്ന് രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണ നാരായൺ ഭയ്യാറിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരുന്നു. മരിച്ചതിനു ശേഷവും അക്രമികൾ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത്. നാരായൺ ഭയ്യാർ പ്രദേശത്തെ ഒരു വീട്ടിൽ മദ്യപിച്ചെത്തി മോഷണം നടത്തിയെന്ന് ആരോപിച്ചാണ് ആൾക്കൂട്ടം മർദ്ദനം തുടങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ചെറിയ മാനസിക വെല്ലുവിളികൾ ഉണ്ടായിരുന്ന രാമനാരായണൻ ഭയ്യാർ സംഭവ സമയത്ത് എന്തെങ്കിലും മോഷ്ടിക്കുകയോ മോഷണത്തിലുള്ള ശ്രമം നടത്തുകയോ ചെയ്തിരുന്നില്ല. 2 കുട്ടികളുള്ള അദ്ദേഹം കുടുംബം പുലർത്താൻ വേണ്ടിയാണ് കേരളത്തിലെത്തിയത്. ജീവിതത്തിൽ ഒരിക്കലും മറ്റാരുടെയും ഒരു വസ്തുവും അറിയാതെ പോലും അദ്ദേഹം എടുത്തിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പറയുന്നത്.